സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. പാലക്ക് നന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇത് ചെറുതായിട്ട് അരിയണം. അതിലേക്കൊരു ഉരുളക്കിഴങ്ങ് എടുത്തു. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. പിന്നെ ഒരു വലിയ ഉള്ളി കൊത്തി അരിഞ്ഞു വെച്ചു. 3 പച്ചമുളക് എടുത്തു. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. പാലക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എങ്കിലും ഇടാം. നെയ്യൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു. പാലക്കിന് എപ്പോഴും നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകം ഇടുക. ചില സ്ഥലങ്ങൾ വേറെ പേരാണ് പറയുക. ഇതിന് ഇവിടെ അയമോദകം എന്നാണ് പറയുക. ഓമപ്പൊടി എന്നൊക്കെ പറയും, ഓമം എന്നൊക്കെ പറയും. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ സാധാരണ നല്ല ജീരകം ഇടുക. അതിന് ശേഷം നന്നായി വറുത്തെടുക്കുക. പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായി വറുത്തെടുക്കുക. കൂടി ചെറുതായിട്ട് അരിയുക. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, എന്നാലും സാരില്ല. നമ്മളിതിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ പോയിക്കോളും. ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. പാലക്ക് ചേർക്കേണ്ടത് ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാകും. കട്ട് ചെയ്ത പാലക്ക് നന്നായി ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. അസലായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് കുഴയ്ക്കാൻ പറ്റുള്ളൂ. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇത് ആദ്യം വേണമെങ്കിൽ ചേർക്കുക. അത് ഞാൻ വിട്ടുപോയതാണ്. ആദ്യം ചേർക്കുക. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈക്വൽ അളവിൽ അരച്ചെടുത്തതായിരുന്നു. അപ്പോൾ അതും ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. നല്ല മിക്സ് ആയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചുവയുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഒന്ന് നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുഴഞ്ഞ് വന്നു. ഇനി ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട്, പാലക്കിൽ ശരിക്കും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. ഈ മല്ലിയില ഒരു ടേസ്റ്റിനാണ് ചേർക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ തുടങ്ങും. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. എന്നിട്ട് നന്നായി പരത്തിയെടുക്കുക. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. ഇതാണ് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അങ്ങനെ വെച്ച് വീണ്ടും പരത്തിയെടുക്കുക. നന്നായി പരത്തിയെടുക്കുക. ഫില്ല് ചെയ്തു നന്നായി പരത്തും. ഇങ്ങനെ ചെയ്യുമ്പോൾ തീരെ പൊട്ടാതെ കിട്ടും. പൊട്ടിയാൽ ഇത് പുറത്തേക്ക് അങ്ങനെ പോവില്ല. ഈ സ്റ്റഫിങ് പുറത്തേക്ക് അങ്ങനെ പോവില്ല. ഇങ്ങനെ കാണുകയുള്ളൂ. അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ ഇങ്ങനെ കാണുമ്പോൾ.
ചൂടായ ചൂടായി തവയിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിക്കും. വീണ്ടും മറിച്ചിട്ട് നന്നായി പൊങ്ങി വരുന്നുണ്ട്. സൂപ്പറായിട്ട് ഇതിങ്ങനെയാക്കി ഒന്നും പുറത്തേക്ക് സ്റ്റഫിങ് ഒന്നും പുറത്തേക്ക് പോവില്ല, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് പാലക് സ്റ്റഫ്ഡ് പൊറോട്ട റെഡിയായി. നമുക്ക് എന്താ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട, പാലക്കും ഉരുളക്കിഴങ്ങും സ്റ്റഫ് ചെയ്ത പൊറോട്ട റെഡിയായി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനൊരു കറി വേണ്ട, ഒന്നും വേണ്ട, നമുക്കിത് വെറുതെ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി, വെറുതെ കഴിക്കാൻ പറ്റും. എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.